ഒരു കാക്കന്റെ വീഡിയോ കണ്ടു. ഞാൻ ഇന്ന് രാവിലെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോനെ പുള്ളി ട്രോളുന്നു. ഒന്നും സംസാരിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പറയും നിങ്ങൾ നട്ടലില്ലാത്ത ഇൻഫ്ലുവൻസർ ആണെന്ന് പറയും. എന്തെങ്കിലും സംസാരിച്ചാൽ പറയും ഇവള് റീച്ചിന് വേണ്ടി ഇതിന് രണ്ടിനു വേണ്ടിയല്ല അല്ലേ. പിന്നെ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. കോണ്ടന്റ് ക്രിയേറ്റർ അത് മതി. നിങ്ങൾ ചെയ്ത ഒരു കോണ്ടന്റ് ആണ് അത്. അൺഫോർച്ചുനേറ്റ്ലി വളരെ നെഗറ്റീവ് ആയിട്ട് വന്നു. നല്ല തെറിവിളി കേൾക്കേണ്ട വന്നു. നല്ല രീതിയിൽ ഊക്കി വിട്ടിട്ടുണ്ട് എല്ലാവരും. പിന്നെ അതിനെ ന്യായീകരിച്ചും മറ്റുമൊക്കെ ആയിട്ട് പലരും വീഡിയോ ഇട്ടേക്കണ ഞാൻ കണ്ടു. നമുക്കറിയാവുന്ന ആൾക്കാർ പോലും അതിനെ ന്യായീകരിച്ചിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അത് അങ്ങോട്ട് കൺവിൻസിങ് ആവുന്നില്ലായിരുന്നു. പലർക്കും കൺവിൻസിങ് ആവുന്നില്ല. ബട്ട് സെയിം ടൈപ്പ് ഓഫ് കണ്ടന്റ് ചെയ്ത ആൾക്കാർക്ക് ഇത്രയും തെറിവിളി കേട്ടിട്ടില്ല. അവരാരും കമന്റ് ബോക്സ് ഓഫ് ചെയ്യേണ്ടേ വന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. ഞാൻ അതിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോ നമുക്ക് തുടങ്ങാം. ഇഷ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. മെഹർ, അതായത് ആങ്കറും മറ്റുമൊക്കെ ആയിട്ട് നിന്നേറുന്ന മെഹർ ഇടയ്ക്കൊക്കെ ഇതുപോലെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കോമഡി ഒപ്പിച്ച് വെക്കും. പക്ഷെ അതൊക്കെ പോട്ടെ, അതൊക്കെ ആ ഒരു ഇതായിട്ടാണ് കാണാം. പക്ഷെ ഇത് ഇച്ചിരി അങ്ങോട്ട് മാറിപ്പോയി സാധനം. കൊടുക്കാൻ ഉദ്ദേശിച്ച സാധനം അല്ല പുറത്ത് വന്നപ്പോ ഉണ്ടായത്. എനിവേ ആ വീഡിയോയിലേക്ക് വരാം. ഇന്നലെ ഞാൻ കണ്ടിട്ട വീഡിയോ പിന്നെ ഞാൻ ഇട്ടാന്ന് തോന്നുന്നു. അതിലേക്ക് വരാം. നമുക്കിപ്പോ ആ കോണ്ടന്റ് കാണാം. എന്നിട്ട് അതിൽ നിന്ന് തന്നെ തുടങ്ങാതായിരിക്കും നല്ലത്. പറ. I'm going for the protest today and let's see what's in my bag. Pesa, koda, cap, sunscreen jacket for sure, sunglasses, tanni, pepper spray just in case. It's definitely going to be a peaceful protest. Just in case. Self-protection is not a harm. Bye. ഞഞ്ഞായി ഇതിപ്പോ 2 മില്യന്റെ മുകളിൽ ഇതിന്റെ വ്യൂസ് ആയിട്ടുണ്ട്. ഈ ഒരു കോണ്ടന്റിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവര് പറയുന്ന കണക്ക് ഇന്തോനേഷ്യയിലും മറ്റൊക്കെ ജെൻസി പ്രൊട്ടസ്റ്റുകൾ ഇതുപോലെയൊക്കെയാണ്. പല രീതിയിൽ ഫണ്ണി ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് ആൾക്കാർ വരുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു, ശരിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊരു സിറ്റുവേഷൻ പുറത്തെ രാജ്യങ്ങളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപടി ഇവിടെ നടക്കാൻ പറ്റൂ? ഇല്ല. ഇവിടെ ചില രീതികൾ ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അത് മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. അത് അങ്ങനെ തന്നെയാണ്. അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ നിന്നതിന് നല്ല കോമഡി ആയിരിക്കും കേട്ടോ. എനിവേ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതില് ബേസിക്കലി ഉണ്ടായ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഐ തിങ്ക് റന ഫാത്തിമ, റനയുടെ വീഡിയോനെ സെയിം കൈൻഡ് ഓഫ് വീഡിയോ കണ്ട് അതിലെ കമന്റ് ബോക്സ് ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്തപ്പോൾ ഇപ്പോഴും അതിന്റെ കമന്റ് ബോക്സ് ഓഫ് അല്ല. അതിൽ ഇത്രയും പ്രശ്നം എനിക്ക് തോന്നിയില്ല. കാരണം ഇതിന്റെ അകത്ത് ഇവർ ചെയ്തു വെച്ച പ്രസന്റ് ചെയ്ത രീതിയാണ് എന്തോ എവിടെയോ നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ തന്നെ ഇതൊരു കളിയാക്കുന്ന പോലെ തോന്നിയത്. അവിടെ പ്രൊട്ടസ്റ്റ് നടത്തി അടി കൊണ്ട് തൊഴി കൊണ്ട് മരിക്കേണ്ട അവസ്ഥ എത്തിയ പിള്ളേരെയൊക്കെ ഒരുമാതിരി കളിയാക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. സുഖിക്കാൻ വേണ്ടി പോണല്ലോ, ഗോവയിലേക്ക് ടൂർ പോകണമെന്നും അല്ലല്ലോ. ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്തുണ്ടാണ് ഇത്? എടാ, ആ ഒരു എക്സ്പ്രഷനിൽ ആ ഒരു രീതിയിലാണ് ഈ പ്രശ്നങ്ങൾ വന്നത്. മറ്റേത് അങ്ങനെയല്ല. റെനയുടെ ഞാൻ ഓക്കെ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. ഇത് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഇന്ന കാര്യത്തിനാന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ. ഈ പെപ്പർ സ്പ്രേ ഒക്കെ ആയിട്ട് പോകാൻ വേണ്ടി മോളെ അവിടെ എന്തോ ഓംലെറ്റിന്റെ അഴിച്ചുണ്ടാക്കി കഴിക്കാൻ പോണ. അല്ലാണ്ട് അതുകൊണ്ട് അവിടെ വലിയ യൂസ് ഒന്നുമില്ല. എന്ത് പോലീസുകാർ എല്ലാം വരുമ്പോൾ അവരെ വായിലേക്ക് അടിച്ചു കൊടുക്കും പെപ്പർ സ്പ്രേ. ഈ അടുത്തൊരു മാധ്യമ പ്രവർത്തകനെ അവിടെ ഉള്ള പിള്ളേരെ കൂടി കയറി പിടിച്ചെന്ന് പറഞ്ഞൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതുവരെ ഫേക്കാന്നുള്ളത് തെളിഞ്ഞു. അവരെ ഉറത്തും കഴിഞ്ഞിട്ട് ആ മാധ്യമ പ്രവർത്തകരോട്ട് പോകുന്നുണ്ടായിരുന്നു. ആ തിക്കിന്റെ തിരക്കിന്റെ ഇടയിൽ അവരെ പ്രൊട്ടക്ട് ചെയ്താൽ കൊണ്ടുപോയത്. അങ്ങനെ പല പല കാര്യങ്ങൾ. ഈ പെപ്പർ സ്പ്രേ അതും ഇതൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി എത്രയോ പെൺകുട്ടികൾ, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ അടിയും കൊണ്ട് അവിടെ കിടക്കണം. അവരൊക്കെ പെപ്പർ സ്പ്രേ ഇട്ട് പോയേക്കണ കഷ്ടം. വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കണ്ടന്റ്. ഇതിനെ ന്യായീകരിച്ച ഒരുപാട് പേര് വീഡിയോ ചെയ്യണേ കണ്ട്. ആ വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. ഇതുപോലെ ജെൻസി പ്രൊട്ടസ്റ്റുകൾ ഉണ്ട്, പലയിടത്തും പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ശരി തന്നെ. പക്ഷെ ഇവിടെ ഇവര് ചെയ്തു വെച്ച സാധനം അതങ്ങോട്ട് ഏഷ്യയില്ല. അത് വന്ന വഴിയെ മാറിപ്പോയി. അതൊരു എസ്തെറ്റിക് രീതിയിലുള്ള ഒരു വീഡിയോ എടുത്തിട്ടിട്ട് ഞാൻ പ്രൊട്ടസ്റ്റിന് പോകണമെന്ന് ഇത് കളിയാക്കുന്ന പോലെയാടാ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് ഇതിന്റെ. അതാണ് ഏറ്റവും കോമഡി ആയത്. ഞാൻ ഇന്നലെ ഇട്ടിട്ടുള്ള വീഡിയോനെ ന്യായീകരിക്കാനോ അലക്കി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ലേ വീഡിയോ ചെയ്യുന്നത്. അലക്കി വെളുപ്പിക്കാൻ നിൽക്കണ്ട, അത് കയ്യിൽ പോയി പറ. ഒരിക്കലും ഡൽഹി പ്രൊട്ടസ്റ്റേഴ്സിനെ കളിയാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നില്ല അത്. ഞാനതൊരു ജെൻസി പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് മാത്രമേ ആ വീഡിയോനെ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നേപ്പാളിലും ഇന്തോനേഷ്യയിലും ഈവൻ നോർത്തിലടക്കം ജെൻസി പ്രൊട്ടസ്റ്റ് ഭയങ്കര കോമൺ ആണ്. സർക്കാസ്റ്റിക് രീതിയിൽ ഗവൺമെന്റിനെ കളിയാക്കുന്ന പോലത്തെ ഒരു വീഡിയോ ആയിരുന്നു. ഞാനും അത്ര തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നോർത്തിലെ ഓഡിയൻസ് അല്ല നമ്മുടെ കേരളത്തിലെ ഓഡിയൻസ് എന്ന് എനിക്കറിയാം. ഇത്രയും ഈ ഗവൺമെന്റിനെ കളിയാക്കണായിട്ട് എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് തോന്നിയില്ല സത്യമായിട്ടും. ഇത് കണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനെ കളിയാക്കുന്നതും അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊട്ടസ്റ്റ് ഒക്കെ ആയിട്ട് ഇത്രയും ദിവസം അവിടെ എന്താ നരകയാതന അനുഭവിച്ച് തല്ലടിയും കൊണ്ട് നടന്ന പിള്ളേരെ മാത്രമല്ല കേട്ടോ, പല ഏജിലുള്ള ആൾക്കാരും ഉണ്ട്, പല പാർട്ടിക്കാരും ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാരും കളിയാക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. താങ്കളുടെ വീഡിയോ ഒരു 10 കണ്ടെടുത്ത് കണ്ടാൽ പോലെ അതിൽ ഗവൺമെന്റിനെ കളിയാക്കണായിട്ട് എനിക്ക് തോന്നിയൊന്നുമില്ല. ഏതോ ടൂറിന് പോകണമല്ല, ഒരു പ്രൊട്ടസ്റ്റിന് പോകുന്ന ആ ഒരു വീഡിയോ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. വാട്ട്സ് ഇൻ മൈ ബാഗ് എന്തും നടേ. എടാ, ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് അതിന്റെ ഓരോരോ സാധനങ്ങൾ ചെയ്തു വെക്കണ ഒരു രീതി ഉണ്ട്. അതിൽ
എനിക്കത് തോന്നുന്നത് ബേസിക്കലി അതിൽ പറ്റിയൊരു പാളിച്ചയാണിത്. ഞാൻ പലതവണ കണ്ടപ്പോഴും എനിക്ക് ഇവര് പറഞ്ഞ ജെൻസി സാധനം മറ്റേത് മറിച്ചതും അതെനിക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല ആ ഒരു വീഡിയോന്ന്. അത് എന്റെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം കേട്ടോ. നോർത്തിലെ ഓഡിയൻസ് അല്ല നമ്മുടെ കേരളത്തിലെ ഓഡിയൻസ് എന്ന് എനിക്കറിയാം. ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു 10 വട്ടമെങ്കിലും ചിന്തിക്കണം. ഞാനത് ചിന്തിച്ചില്ല, എന്റെ ഭാഗത്ത് അത് മിസ്റ്റേക്ക് ആണ്, ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ 2-3 ഫീമെയിൽ ക്രിയേറ്റേഴ്സിന്റെ വീഡിയോ കണ്ടു. ഇതുവരെ ഈ സംഭവത്തിനെ പറ്റി ഒരു സ്റ്റോറി പോലും ഒന്നും പ്രതികരിക്കാത്ത ആൾക്കാര് ഉഫ്. ഇതൊരുമാതിരി ഇതുവരെ ഒരാൾ പ്രതികരിച്ചു, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. ചിലര് ചിലപ്പോൾ വീഡിയോ ഇട്ട് പ്രതികരിക്കും, ചിലവര് പോസ്റ്റ് ആയിരിക്കും, ചിലര് ഞങ്ങളൊക്കെ ഇടുന്ന വീഡിയോസ് റീഷെയർ ചെയ്യും, സ്റ്റോറി ഇടും, ഇങ്ങനെയൊക്കെ പല രീതിയിലായിരിക്കും. ചിലർ അവിടെ പോകും, ചിലർ പോകത്തില്ല. ഡിപ്പെൻസ് ഓൺ സിറ്റുവേഷൻ. ഞാൻ കൃത്യമായിട്ട് എന്റെ വീഡിയോയിൽ ഉൾപ്പെടെ പറഞ്ഞത് എനിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. എന്റെ പല ഫ്രണ്ട്സും അവിടെ ഈ പറഞ്ഞ പോലെ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ആയിട്ട് അവിടെ ഉണ്ട്. എനിക്ക് ഇതിന്റെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ ആയിട്ട് അവരുടെ സ്റ്റോറിയിൽ ഞാൻ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പേഴ്സണലി നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് സ്റ്റക്കായി പോയി നിൽക്കുന്നതാണ്. ഞാൻ അധികം വീഡിയോസ് ഇതിനെ കുറിച്ച് ഇട്ടിട്ടില്ല. ഞാൻ സ്റ്റോറീസ് എപ്പോഴും ഷെയർ ചെയ്ത് പോകാറുണ്ട്. ഡെയിലി 1-2 വെച്ച് എന്റെ ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റോറീസ് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഇന്നലെയാണ് ഒരു വീഡിയോ ഇട്ടതും അതിലും കൃത്യമായിട്ട് എന്റെ ഒരു വേർഷൻ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഇതൊരു കോണ്ടന്റ് ആക്കി പിടിച്ച് പോകാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഇവരെ പോലുള്ള കുറെ പേരുടെ വീഡിയോസ് കണ്ടിട്ട് ഇതൊരു ഫണ്ണി ആയിട്ടോട്ട് അല്ലെങ്കിൽ ഒട്ടും സീരിയസ്നെസ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ഇന്ന് കുറച്ച് വീഡിയോസ് ഉണ്ട്. ഒരു പോലീസുകാർക്ക് വരെ വെള്ളം കൊട്ടി ഒഴിക്കുന്നത്, പിന്നെ പോലീസുകാരെ കയറി അങ്ങോട്ട് കയറി അടിയോടടി, അങ്ങോട്ട് ഇവര് തിരിച്ചടിക്കുന്നുണ്ട് അവർക്ക് കാര്യം. പക്ഷെ ഇതൊക്കെ ഔട്ട് ചെയ്യുന്ന വീഡിയോസ് കാണുമ്പോൾ പലരുടെ ഉള്ളിലേക്കും ഒരു മിസ്ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതിന്റെ ഒപ്പം ഇതുപോലത്തെ ക്രിയേറ്റേഴ്സ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു വെടലത്തരം ഇറക്കി കഴിഞ്ഞാൽ അത് അതിലും വലിയ കോമഡി ആയിട്ട് മാറി. ഇതിനൊക്കെ ഒരു ഇറക്കണതിന് ഒരു ടൈം, സിറ്റുവേഷൻ എല്ലാം ഉണ്ട്, ശരിയല്ലേ? ആ സമയത്ത് ഇറക്കിയത് ചിലപ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ കാര്യങ്ങൾ മാറി വരിക. അപ്പൊ ഒരു കോണ്ടന്റ് നമ്മൾ ഡെലിവർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോ ഇവിടെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഇത്രയും ദിവസമായിട്ട് ഈ ന്യൂസുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും പേടിയാ വരുന്നത്. കൊച്ചു പിള്ളേരെ ഉൾപ്പെടെ വിദ്യാർത്ഥികള് ഒരുപാട് പേരെ തല്ലിച്ചതക്കുന്ന, അടിച്ച് ഓടിക്കുന്ന അമ്മാതിരി ഒരു ക്രൂരമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അവിടെയൊക്കെ പോയിട്ട് ഇത്രയും എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിയിൽ അവിടെ പോയി നിൽക്കുക. എനിക്ക് അറിയാം, മെഹറ അല്ലെങ്കിൽ വേറെ പോകുന്ന പല ക്രിയേറ്റേഴ്സും അവിടെ പിള്ളേരെ കൂടെ അത്ര ദുരിതം അനുഭവിച്ചൊന്നും കിടന്നുറങ്ങിയതാക്കിയൊന്നല്ലായിരിക്കും, അല്ലെ? നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സേഫ്റ്റിയും കാര്യങ്ങളെല്ലാം നോക്കി ഒരു സൗകര്യമൊക്കെ നോക്കി തന്നെ നിൽക്കത്തുള്ളൂ. പക്ഷെ അതുപോലെയല്ല പലരും അവിടെ. അവരൊക്കെ ഇത്രയും ദിവസങ്ങളായിട്ട് അവിടെ കിടന്ന് മരിച്ച് ഈ കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ട് ഇരിക്കുന്ന മക്കളാണ്. അതിനൊക്കെ കിട്ടുന്ന തല്ലും അടിയുടെയും കണക്കെടുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഉള്ള കാര്യം പറയില്ല, ഞാനൊന്നും താങ്ങി നിൽക്കുന്നു എനിക്ക് പോലും തോന്നുന്നില്ല. ആ പോലീസുകാരിൽ കിട്ടുന്ന ഒരു അടി മതി, ഞാൻ ബോധം കിട്ടുക ചിലപ്പോ. അതുപോലെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ ചെയ്തത് ഭയങ്കര മോശമായി പോയി. ഇനി ഇപ്പോഴും പുള്ളിക്കാരി കുറെ സ്റ്റോറീസ് ഇടുന്നുണ്ട്, കുറെ സ്റ്റോറി റീഷെയർ ചെയ്യുന്നുണ്ട്. അതിലൊന്നും ഒരു യൂസ് ഇല്ല സീരിയസ്ലി. ഇനി ഈ പെപ്പർ സ്പ്രേ എടുത്തുകൊണ്ട് പോയതും മറ്റേതും മറിച്ചതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ വേറൊരു വീഡിയോ, പെപ്പർ സ്പ്രേ എന്തിനാ എടുത്തുകൊണ്ട് പോയെന്ന് വേറെ ഒന്ന് പറയണം കേട്ടോ ഏതെങ്കിലും വീഡിയോയില്. ഞാൻ വേറൊരു സാധനം കണ്ട് ഒന്ന് കാണിച്ചു തരാം. ബിക്കോസ് എന്റെ ലൈഫിൽ 44 വയസ്സായി എനിക്ക് ഇത്രയും അധികം കൂട്ടത്തിൽ നിന്നിട്ട് ഏറ്റവും സേഫ് ആയി തോന്നിയത് ആ പ്രൊട്ടസ്റ്റിലാണ്. ബിക്കോസ് ഐ വാസ് സറൗണ്ടഡ് ബൈ മെൻ, 70-80% men and young men, testosterone തുളുമ്പുന്ന men, but I felt so safe. That is the future of the country. That's it. അതിലുണ്ടല്ല അവരതിന്റെ ഇടയിൽ നിന്നിട്ട് അവര് സേഫ് ആണെന്ന് അവരെ വിളിച്ച് ഇതിപ്പോ നിങ്ങൾക്ക് തിരിച്ച് എന്തും വേണി അവരെ ട്രോൾ ചെയ്യാൻ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ അത് അവിടെ അവര് സമ്മതിക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപാട്, ഈ മെഹറൊക്കെ ചെല്ലണേക്ക് മുമ്പ് തന്നെ ഒരുപാട് സ്ത്രീകൾ അടിയും തൊഴിയും കൊണ്ട് അവിടെ ഉണ്ട്. കുട്ടികൾ ഉൾപ്പെടെ പല ഏജിലുള്ളവര്, പല രീതിക്കുള്ളവര്. അവിടെ അവര് അതിന്റെ നടുക്ക് മേക്കപ്പ് ഇട്ട് പെർഫ്യൂം അടിച്ചിട്ടൊന്നും പോയല്ല, അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഓക്കെ, ഇറങ്ങി കളിക്കാൻ പറ്റുന്നുണ്ട്, ഇറങ്ങി കളിക്കണം. ഇതിപ്പോ പിന്നെ എന്താ ഈ കണ്ടന്റ് റീച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നാ ഞാനും കൂടി ഒന്ന് പോയേക്കാന്ന് പറഞ്ഞിട്ട് പോകണമല്ലോ. ഇപ്പൊ എനിക്ക് തിരിച്ചു ചോദ്യം വരുന്നത്, നീ പോവാത്ത നീ എന്തിനാ അവിടെ കിടന്ന് ഡയലോഗ് അടിക്കുന്നത്? എനിക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ തോന്നിയാൽ ഇങ്ങനെ പ്രതികരിക്കും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റെ പേഴ്സണൽ പ്രശ്നം കൊണ്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തുടക്കം മൂലം ഒട്ടുക്കം വരെ അവിടെ തന്നെ ഉണ്ടായേനെ. സീരിയസ്ലി എന്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ ഡൽഹിയിലുണ്ട്. എനിക്കൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ അവർ അവിടെ അറേഞ്ച് ചെയ്ത് തരും, പോവാന്നുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ നനങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ അഗെയിൻ ബാക്ക് ടു ഈ ഒരു ഇതിലേക്ക്, ഈ പെപ്പർ സ്പ്രേയുടെ കാര്യമൊക്കെ എനിക്ക് കണ്ടിട്ട് ചിരി വരുന്നത്. പോലീസുകാർക്ക് നേരെ അടിക്കാൻ വേണ്ടിയായിരുന്നോ വേറെ പെപ്പർ സ്പ്രേ എടുത്തോണ്ട് പോയത്? ജസ്റ്റ് ഇൻ കേസ് ഫോർ വാട്ട്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ഐ ഡോണ്ട് ഗെറ്റ് യു. ഒരു പ്രൊട്ടസ്റ്റ് നടക്കണേ അവിടെ ഈ പോലീസുകാർക്കും കുട്ടികൾക്ക് നേരെ അടിക്കാനാണെന്നെ അവന്മാര് വന്നത് ഇതും കൊണ്ടൊന്നല്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ടിയർ ഗ്യാസ് ഉൾപ്പെടെ ആ സാധനങ്ങൾ ഉൾപ്പെടെ കേട്ടാണ് അവന്മാര് വന്നത്. അതിന്റെ ഇടയിൽ നിന്റെ പെപ്പർ സ്പ്രേ കൊണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങായിരിക്കും അടിക്കാൻ വേണ്ടി അവരിങ്ങനെ നിന്ന് തരും. ഇന്ന് പോയേടെ ഒന്ന്
ചുമ്മാ ഒരു കോണ്ടന്റിന് വേണ്ടി ഒരു സാധനം ഇട്ട് അത്രേ ഉള്ളൂ. ആ ഒരു സാധനം അത് ഈവൻ റിമൂവ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഹെയ്റ്റ് പിന്നെയും കയറില്ലായിരുന്നു. അതിന്റെ കമന്റ് ബോക്സ് ഇപ്പോഴും ഓഫാ. ഫോർവേഡ്, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇനി നൂറയുടെ ഒരു വീഡിയോ ഉണ്ട്, അതെനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാ. കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മെഹർ പറഞ്ഞു വെച്ച ഒരു സാധനത്തിൽ നിന്നാണ് ആ ഒരു വീഡിയോ വന്നേക്കുന്നത്. എനിവേ അതൊന്ന് കാണാം. Hello guys, so I just wanted to say something that's been bothering me. എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയി തോന്നി. Right now our country is dealing with some serious issues അല്ലേ. Students are protesting, families are grieving, പിന്നെ people are demanding for answers. അപ്പോൾ this isn't another trend, it's about real lives അല്ലേ. As a content creators we have a responsibility അല്ലേ, because people have been messaging me, കുറേ പേര് എന്നോട് കോണ്ടന്റ് ചെയ്യാൻ പറയുന്നുണ്ട്. That's why it honestly feels uncomfortable to see some videos like what's in my bag before going to protest, പിന്നെ get ready with me. Okay, I can understand that content creation is our job, but not every moment has to become content. Guys, a protest is not a backdrop for aesthetic reels or engagement at all. It's truly disturbing actually. If you truly want to support a cause, use a platform to spread awareness, educate people and amplify the voices that need to be heard. Allana just think it's not. എക്സാക്ട്ലി ഇത് തന്നെ എനിക്കും തോന്നിയിട്ടുള്ളൂ. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ആള് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അവരാ ചെയ്ത സാധനത്തിന് എനിക്ക് ഒരു കാരണവശാലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും പലരുടെയും കമന്റ് ബോക്സിൽ ഒന്നോ രണ്ടോ കമന്റ്സ് ഇങ്ങനെ ന്യായീകരിച്ചിട്ട് വന്നിട്ടുണ്ട്. ഏതിനാ മെഹറിനാ. ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ അറിയടാ, ഈ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നതിന്റെ ഇടയിൽ നമ്മളൊക്കെ ഒരുപാട് ട്രോളിയിട്ടും കളിയാക്കിയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട്, ജാൻമണി വെറുതെ തൂക്കി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി അവിടെ ഇത്രയും ദിവസമായിട്ട് അവിടെ തന്നെയാണ്. ഒരു മേക്കപ്പിന്റെ സാധനങ്ങൾ, ഗെറ്റ് റെഡി വിത്ത് മീയോ, വാട്ട്സ് ഇൻ മൈ ബാഗ് ഒന്നും ഉണ്ടായില്ല. സിമ്പിൾ എസ് ദാറ്റ്. ആ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ വെക്കുന്നുണ്ട്, നിങ്ങൾ നോക്കി കണ്ടാലറിയാം അവരവിടെ തന്നെ ആയിരുന്നു. ഇതിന് ട്രോളൊന്നും വന്നിട്ടില്ല. ഈ ഒരു ഒറ്റ സാധനം കൊണ്ടല്ല അവർക്ക് കിട്ടിയ സപ്പോർട്ട് വേറെ ലെവല് സപ്പോർട്ടാ. ഞാൻ കണ്ട എന്റെ ഒരു ഫ്രണ്ടൊക്കെ ചെയ്തൊരു വീഡിയോ, ഒട്ടുക്കത്തെ വൈറലായ സാധനം എന്നുവെച്ചാൽ സീരിയസ്ലി തകർത്തു. ഇങ്ങനെയൊക്കെ വേണം. ഇതാണ് നേരത്തെ മെഹർ പറഞ്ഞില്ലേ, നട്ടല് ഇതിനെയൊക്കെ നട്ടലെന്ന് വിളിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. ഇതോടുകൂടി എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഒരു പരിപാടി അവസാനിപ്പിക്കും എന്ന് തോന്നി. കോമാളിത്തരം കാണിച്ചിട്ടുള്ള പ്രൊട്ടസ്റ്റിന് പോണ പരിപാടികൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പക്ഷെ പറയാൻ പറ്റത്തില്ല കേട്ടോ, നമ്മുടെ നാട്ടില് ചില ബുദ്ധിയില്ലാത്തങ്ങൾക്ക് ഒരു പ്രത്യേകത, റീച്ച് കിട്ടുന്നുണ്ടോ എന്നാ പിന്നെ എന്ത് തന്തയില്ലാമുദ്രം ചെയ്യാന്ന് പറഞ്ഞ രീതിയിൽ കണ്ടന്റിന് വേണ്ടി ഇറങ്ങും. അത് ഈ ഒരു കേസിൽ ഈ ഒരു സമയത്ത് ചെയ്യരുതേ എന്നാണ് എന്റെ അഭ്യർത്ഥന. വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. എന്തായാലും 4-5 ആൾക്കാരെ പണിക്കാരെ പറഞ്ഞിട്ടിട്ട് എന്റെ ഇൻസ്റ്റയിലെ കമന്റ് ബോക്സിൽ ആരുടെ കമന്റ് ഇടിപ്പിച്ചത് ഭയങ്കര ഫാൻസ് ആണില്ലേ മെഹറെ. കൊള്ളാം. എന്തായാലും എനിവേ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഞാൻ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള അധികം കോണ്ടന്റ്സ് ഒന്നും ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഒന്നും ചെയ്യുന്നില്ല. കാര്യം എനിക്കത് അങ്ങനെ ഒരു, ഞാൻ പറയില്ല എങ്ങനെ, എനിക്കത് കോണ്ടന്റ് ആക്കാൻ തോന്നുന്നില്ല. പോകാൻ പറ്റുകയാണെങ്കിൽ പോകണം, പോയിട്ട് അവിടെ ഫീൽഡിൽ ഇറങ്ങിയിരുന്ന് കളിക്കണം. അല്ലാത്ത പക്ഷം ഒന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു മൈൻഡ് പറയുന്നത്. എന്റെ തോന്നല കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വീഡിയോ ഇടാനോ സ്റ്റോറി ഇടാനൊക്കെ തോന്നി. ഞാൻ സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, പലരും വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഞാനൊരു കോണ്ടന്റ് ആക്കി ഇടാൻ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് ഒരു ഇത് തോന്നുന്നില്ല. കാര്യം ഓരോ വീഡിയോസ് കാണുമ്പോഴേക്കും ലിറ്ററലി ഭയങ്കര വിഷമം വരുന്നുണ്ട് മക്കളുടെ അവസ്ഥ കണ്ടിട്ട്. നമ്മുടെ ഭാവി തലമുറ അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്ത് പറയാനാ അവസ്ഥ. എനിവേ എല്ലാം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കാം.